എല്ലാം തട്ടിപ്പാ. നോക്കില്ല. എന്റെ മുടി നിൽക്കുന്നുണ്ടോ? കൊണ്ടുവരെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോയാട്ടെ. ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ഇങ്ങോട്ട് നോക്കിട്ട് അങ്ങോട്ട് എല്ലാം തട്ടിപ്പാ. എന്റെ മുടി നിൽക്കുന്നുണ്ടോ? കൊണ്ടുവരെ ഇതെന്താ? ഗുഡ് മോർണിംഗ്. ഞാനും പറയണം. അല്ലല്ല, ഇത് ഞാൻ പറയാം. ഇനി ഞാൻ സംസാരിക്കാം. ഇനി അമ്മ ചിരിക്കാണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. തട്ടിപ്പാണ് ഇതെല്ലാം. ഇല്ലേ, മുഴുവൻ തട്ടിപ്പാ. ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ ഡെയിലി റൊട്ടീൻ ഞാനിപ്പം പറയാം. രാവിലെ ഞാനൊരു 5:30 ആകുമ്പോൾ എണീക്കും. 5:30 ആകുമ്പോൾ എണീച്ച ശേഷം ഞാൻ മലയാളത്തിൽ അവരോട് പറഞ്ഞു. ഇംഗ്ലീഷ് പറയണ്ടേ? നീ ഇത്രയും പഠിച്ചവനും പിന്നെ ഗവൺമെന്റോട് അവര് മലയാളത്തില റീജിയണൽ ലാംഗ്വേജ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ മലയാളല്ലേ ഞാൻ പറഞ്ഞത് ചിരിപ്പിക്കല്ലേ അമ്മ. ഞാൻ 10 മണിക്ക് എണീക്കുന്ന പറഞ്ഞാൽ അവര് അപ്പം തന്നെ ചവിട്ടി പുറത്താക്കും ജോലിന്ന്. റെഡിയല്ലേ? അമ്മയും മുള്ളു വരെ. ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ ഡെയിലി റൊട്ടീൻ എന്താ പറഞ്ഞാൽ ഞാൻ രാവിലെ 5 മണിയാകുമ്പോൾ എണീക്കും. ഇവർക്ക് അറിയുന്നില്ല ഞാൻ ഇപ്പൊ എണീക്കുന്നത്. ഞാൻ പറയും ഇപ്പോ അമ്മ അവരെ മനസ്സിൽ ഞാൻ ഭയങ്കര ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അച്ഛനെ കൊണ്ട് തോറ്റു. ഗുഡ് മോർണിംഗ്. എൻ്റെ ഡെയിലി റൊട്ടീൻ എന്താ വെച്ചാൽ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കും. അപ്പം വീട്ടിൽ വേറെ ആരും എണീച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് പോയാട്ടെ. വീട്ടിൽ ആരും എണീച്ചിട്ടുണ്ടാവില്ല. അമ്മ ഇരുന്നാ മതി. ജോലിക്ക് കഴിച്ചു വെക്കുന്ന അമ്മ ഇവിടെ ഇരുന്നാ മതി. മമ്മീനെ വിളിച്ചിട്ട് അമ്മമ്മക്ക് എന്താ അമ്മ ഇവിടെ ചിരിക്കും. അമ്മമ്മ കുറച്ചുകൂടി ഇരിക്കും അവിടെ. ഞാൻ വേഗം പറഞ്ഞു തരും. 10 സെക്കൻഡേ ഉള്ളൂ. എന്നെ പിടിച്ചിട്ട് കോമാളിച്ചോടെ കളിപ്പിക്കും. ഞാൻ 10 സെക്കൻഡേ ഉള്ളൂ. ഞാൻ ഇപ്പൊ വേഗം പറഞ്ഞു തീർക്കും. ഞാൻ പറഞ്ഞു ഞാൻ 5 മണിക്ക് കുളിക്കും ഇത് പറഞ്ഞിട്ട് ഞാൻ വെക്കും. പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് എണീച്ച് ഞാൻ കുളിക്കും. അമ്മ മുഖം കണ്ടിക്ക് ചിരിച്ചതാ. ഞാൻ ശരിക്കും പറയുന്നതാണ്. നമ്മള് കാര്യാക്കണ്ട. അവർക്ക് അറിയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അവർക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ട നമ്മൾ ഇങ്ങനെയാണെന്ന്. 6 മണിക്ക് പറഞ്ഞാലും ശരി 6 മണിക്ക് ചിരിച്ചു കാണിക്കാം. നമുക്ക് ദേഷ്യം മുഖത്ത് കാണുന്നുണ്ട്. ചിരിച്ചോണ്ടിരിക്കാം. പാവാമ്മ ഞാൻ പറഞ്ഞാലും സത്യം അതുപോലെ ഉണ്ടാവും മുഖം. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ ഞാൻ എണീക്കും. പിന്നെ പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ കുളിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം കുളിക്കുക. ശരി അത് പറയുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ ഡെയിലി റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണിയാകുമ്പോൾ എണീക്കും. പിന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത ശേഷം ഞാൻ കുളിക്കും. കുളിച്ച ശേഷം ഒരു 6:30 ആകുമ്പം പൂജാമുറിയൊക്കെ വൃത്തിയാക്കി വിളക്കൊക്കെ വെക്കും. അപ്പം അതിനുശേഷം അമ്മമ്മ എണീക്കും. പിന്നെ അമ്മമ്മ എണീച്ച ശേഷം അമ്മമ്മ കുളിച്ച് തൊഴുതതിന് ശേഷം ഞാൻ കിച്ചണിൽ കുറച്ച് ഹെൽപ്പാക്കാൻ വേണ്ടി കയറും ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അമ്മമ്മ വീണ്ടും ഉറങ്ങാൻ പോകും. അങ്ങനെ ആ സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് എൻ്റെ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ഇങ്ങോട്ട് നോക്കിട്ട് അങ്ങോട്ട് മോർണിംഗ്. അപ്പം എൻ്റെ ഡെയിലി റൊട്ടീൻ എന്താ വെച്ചാൽ രാവിലെ 6 മണിക്ക് തന്നെ എണീക്കും. പിന്നെ എണീച്ച ശേഷം ഞാൻ കുറച്ച് എക്സസൈസ് നടത്തും 1/2 മണിക്കൂർ. അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് ഒന്ന് പൂജാമുറി വിളക്കൊക്കെ വെക്കും. പിന്നെ ഒരു 6:45 ആകുമ്പോൾ അമ്മമ്മ എണീക്കും.
അവൻ 5 മണിക്ക് എണീക്കും, ഞാൻ 6:45. അമ്മമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നേ? മൂന്നിലാക്കി എനിക്ക് ചിരി വരും അമ്മ. നീ ഇങ്ങനത്തെ കള്ളത്തരം പറയാൻ പറ്റും, സത്യം പറയും. ആൾക്കാരൊക്കെയാണ് അറിയുന്നത്. ഞാൻ പറയണ 10 മണിക്ക് എണീച്ചിട്ട് വരും, അപ്പോഴേക്ക് ദോശ. 6 o'clock അതന്നെ. അപ്പോഴത്തേക്ക് അമ്മമ്മ എണീച്ചിട്ട് വഴക്ക് എത്തിച്ചിട്ടുണ്ടാവും എന്ന് പറയും. അതെന്തിനാ പറയണ്ടേ? ആഹോ അതെന്തിനാ പറയുന്നത്? അപ്പൊ അമ്മമ്മ നേരത്തെ എണീക്കും, ഞാൻ അപ്പം അപ്പൊ എനിക്ക് നിങ്ങൾ പണി വേണ്ട 6:30 എണീച്ചാല്? നീ 6 മണിക്ക് എണീച്ചിട്ട് നീ പ്രാർത്ഥിക്കും. വേറെ എന്തെങ്കിലും പണിയാ? അത് മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും പണി തരൂ? പിന്നെ നായിനെ നമുക്കൊരു നായുണ്ട്, അതിനെ അഴിച്ചു വിടണം, അതിനെ നോക്കണം. അത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം രാവിലെ 6 മണിക്ക് എണീച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ നായുണ്ട് ചെന്നി, അതിനടുത്ത് പുറത്തു പോകും. അപ്പോഴേക്ക് അമ്മമ്മ എണീച്ച് വിളക്കൊക്കെ വെക്കും, പൂജാമുറി വൃത്തിയാക്കും. പിന്നെ ജെന്നീനെ പുറത്തെല്ലാം പോയി കെട്ടി വെച്ച ശേഷം ഞാൻ വീണ്ടും പോയി ബ്രേക്ക്ഫാസ്റ്റിന് അമ്മമ്മേനെ സഹായിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ അമ്മമ്മക്ക് എന്തെങ്കിലും ആക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്തു കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 9 മണിയാകുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായി ഞാൻ പുറത്തിറങ്ങും. അപ്പോൾ അമ്മമ്മ പേപ്പറും എല്ലാം വായിച്ച്, വീട്ടിൽ മമ്മി ഉണ്ടെങ്കിൽ മമ്മിയും ഫോണൊക്കെ നോക്കിയിരിക്കും. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന ശേഷം ഉച്ചക്കത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ മുറിക്കാനുള്ള ഞാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കുറച്ച് ബുക്കൊക്കെ വായിക്കും. ഫോൺ അധികം ഞാൻ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അധിക സമയം ബുക്ക് വായിച്ചിട്ടൊക്കെയാണ് സമയം ചിലവാക്കാറ്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഫുഡ് റെഡിയായ ശേഷം ഫുഡ് കഴിച്ച് എല്ലാവരും ഉറങ്ങാൻ പോകും. ആ സമയത്ത് ഞാൻ വീണ്ടും ബുക്ക് വായിക്കാൻ നിൽക്കും. പറയുന്നൊരു കണക്ക് കേട്ടാ, ചിരിക്കാണ്ടിരിക്കട്ടെ കേട്ടാ, നട്ടാ പോയക്കാത്ത കള്ളത്തരം പറഞ്ഞിട്ട്. 4 മണി വരെ ഞാൻ ബുക്ക് വായിക്കും. പിന്നെ എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ എണീച്ച് ചായ ഉണ്ടാക്കും. പിന്നെ ചായ ഉണ്ടാക്കി കൊടുത്ത ശേഷം ഇവരൊക്കെ TV കാണാതിരിക്കും. ആ സമയത്ത് ഞാൻ ഈവനിങ് വോക്കിന് പുറത്തിറങ്ങും. ഈവനിങ് വോക്കും കുറച്ച് എക്സസൈസും ചെയ്ത ശേഷം ഞാൻ തിരിച്ചു വരും. 6 മണിയാകുമ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോകും. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേക്കും 7 മണിയാവും. പിന്നെ വന്ന ഉടനെ തന്നെ ഫ്രൂട്ട്സ് ഞാൻ കഴിക്കും. സാധാരണ പഴമോ ആപ്പിളോ ഒന്നെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ 2 മുട്ടയാക്കി ഞാൻ കഴിക്കും. അതിനുശേഷം വീണ്ടും പോയി ഞാൻ കുളിച്ച് 2 പ്രാവശ്യം ദിവസം കുളിക്കും. പിന്നെ കുളിച്ച ശേഷം എന്താ നീ പറയാ, നീ എന്താ പറയാ? രാത്രി എന്താക്കുന്ന പറയണ്ടേ? രാത്രി എന്താക്കുന്ന പറയണ്ടേ? രാത്രി എന്തെങ്കിലും ചപ്പാത്തിയും കറി കഴിക്കും. അല്ല, ഞാൻ എന്താ ചെയ്യോ ഭക്ഷണം കഴിച്ചിട്ട്? ഭക്ഷണം കഴിക്കും, കുറച്ച് TV നോക്കും, കുറച്ച് മൊബൈൽ നോക്കും. മൊബൈൽ നോക്കിയല്ല പറയണ്ട. മൊബൈൽ നോക്കുമ്പോൾ ഞാൻ ഫോൺ അഡിക്റ്റ് ആണ്. അതല്ല ഞാൻ ബുക്ക് വായിക്കുന്നത് പറഞ്ഞു. അത് ഞാൻ പറയാം. പിന്നെ 8 മണിയാകുമ്പോൾ നമ്മള് എൻ്റെ ബ്രദറെ വിളിക്കും, എൻ്റെ പപ്പയെ വിളിക്കും, അവരോട് സംസാരിക്കും. അവരോട് വീട്ടിലെ ബ്രദറിനെയും ഡാഡിനെയൊക്കെ വിളിച്ച് സംസാരിക്കും. അതിനുശേഷം രാത്രി ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങും. കാരണം ലേറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇതും കൂടെയല്ലേ ഇനി ഇത് ചമ്മച്ചിരിക്കാനെന്നാ കഴിഞ്ഞു. 9 ഞാൻ അമ്മമ്മ സൈഡിൽ പശു ആക്കുന്നവരാക്കി ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കും. കാരണം എനിക്ക് 10 മണിക്കൂർ ഉറക്കം എന്തായാലും വേണം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ TV കണ്ടിരിക്കും 11 മണി വരെ എല്ലാം. പക്ഷെ ഞാൻ എന്തുണ്ടെങ്കിലും 9 മണിയാകുമ്പോൾ ഉറങ്ങും. അതാണ് എൻ്റെ ദിവസം. താങ്ക് യു.